തിരുവനന്തപുരം നഗരസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളും തമ്മിൽ മത്സരം നടക്കുന്ന വാർഡുകളിൽ ഒന്നാണ് ചാക്ക. ഈ വാർഡ് നിലനിർത്താൻ സിപിഎമ്മും പിടിച്ചെടുക്കാൻ കോൺഗ്രസും ബിജെപിയും രംഗത്തുണ്ട്. സാരംഗ് സുധാകരന്റെ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷൻ ചാക്ക വാർഡിൽ മത്സരിക്കുന്ന എൻഡിഎ സ്ഥാനാർത്ഥി കെ രാജീവാണ് നമ്മുടെ കൂടെയുള്ളത്. ഇത്തവണ കോർപ്പറേഷൻ പിടിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ബിജെപി രംഗത്തെത്തിയിരിക്കുന്നത്. എത്രത്തോളം ഒരു വിജയ സാധ്യതയുണ്ട് മൊത്തത്തിൽ കോർപ്പറേഷൻ നോക്കുകയാണ്? ഇവിടെ വികസന പ്രവർത്തനങ്ങളൊന്നും തിരുവനന്തപുരത്തും കേരളത്തിലും നടക്കുന്നില്ല. അതിലൊരു മാറ്റം അനിവാര്യമാണ്. മോഡി ഭരണം ഇവിടെ വന്നാലേ കേരളവും മാറുള്ളൂ. രാജ്യം മാറി. മോഡിയുടെ ഇതിൽ ഭയങ്കര ഡെവലപ്പിംഗും വികസനവും വന്നു. ഇവിടെയും ആ മാറ്റം വരണം. കോർപ്പറേഷൻ മാറണം. ഇവിടെ പല ഭാഗങ്ങളിലും ഡ്രെയിനേജ് സംവിധാനങ്ങളില്ല, നല്ല റോഡുകളില്ല, നല്ല പാലങ്ങളില്ല, മെട്രോ ഇല്ല. ഇതുപോലെയുള്ള വികസനം വരണമെങ്കിൽ വെള്ളപ്പൊക്കത്തിനൊരു പരിഹാരം കാണണം. ഇതുപോലെയുള്ള മാറ്റങ്ങൾ വരണമെങ്കിൽ മോഡി സർക്കാരിന്റെ കൈ വരണം, പണം വരണം, വന്നാലേ പറ്റുള്ളൂ. ഇവിടെ അഴിമതിയാണ് ഇവിടെ നടക്കുന്നത്. ചാക്കയിലും കോർപ്പറേഷനിലും വൻപിച്ച അഴിമതിയാണ്. ദൈവത്തിന് പോലും നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. എല്ലാ ആരാധനാലയങ്ങളും കൊള്ളയടിക്കുകയാണ്. അവരുടെ സ്വത്തുക്കളും പണവും കൊള്ളയടിക്കുകയാണ്, സ്വർണവും എല്ലാം. അതുപോലെ തന്നെ എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും എല്ലാ സ്ഥാപനങ്ങളും കൊള്ളയടിക്കുകയാണ്. എല്ലായിടത്തും രാഷ്ട്രീയവൽക്കരണമായി ഒരു മാഫിയ സംഘമാണ് ഇവിടെ ഭരിക്കുന്നത്. അതിന് ഒരു അറുതി വരുത്താൻ ഒരു ഭരണമാറ്റം അനിവാര്യമാണ്. രാജ്യം മാറി, കേരളം മാറുന്നില്ല. കേരളത്തിൽ ഇവിടെ എല്ലാ സഹായങ്ങളും ചെയ്യുന്നു. ആയുഷ്മാൻ ഭാരത് ആയിരുന്നാലും ഭക്ഷ്യധാന്യങ്ങളുടെ ഇതായിരുന്നാലും എല്ലാ സഹായങ്ങളും കേന്ദ്രം ചെയ്യുന്നു. ഇതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ടൊരു ഭരണമാണ് ഇവിടെ നടക്കുന്നത്. കേന്ദ്ര പദ്ധതികൾ ഇവിടെ നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു വാശി. അതിന് ഒരു പരിഹാരം കാണാൻ ബിജെപി അധികാരത്തിൽ വരണം, ബിജെപി ഭരണം വേണം. എന്താണെങ്കിലും തിരുവനന്തപുരത്ത് മേയർ ബിജെപിയിലായിരിക്കും. ചാക്കയിലും മാറ്റം ഉണ്ടാവും. അത് ജനങ്ങൾ തുനിഞ്ഞു നിൽക്കുകയാണ് എല്ലാവരും. അതിന് വികസിത അനന്തപുരി എന്നൊരു മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ വോട്ട് അഭ്യർത്ഥിച്ച് മുന്നോട്ട് വരുന്നത്. അത് ജനങ്ങളിലേക്ക് കൃത്യം എത്തിക്കുന്നത്. ഇപ്പൊ ഒരു അഴിമതി ആരോപണം അടക്കം ഈ ഒരു ഇപ്പം നിലനിൽക്കുന്ന കോർപ്പറേഷന്റെ ഭാഗത്തേക്കുണ്ട്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ജനങ്ങളിലേക്ക് വികസിത അനന്തപുരിയെ എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ജനങ്ങളും നമ്മളെ കൂടെയാണ്. അത് ജാതി മത ഭേദമന്യേ എല്ലാവരും നമ്മളെടുത്ത് സഹകരിക്കുന്നുണ്ട്. അതിൽ ജാതിയും മതമൊന്നുമില്ല. ഇവര് ജാതിയും മതവും പറഞ്ഞ് ഭിന്നിപ്പിക്കുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റിനും വോട്ടിന് വേണ്ടിയാണ്. എന്നിട്ട് അവർ അഴിമതി നടത്താണ്. ഇവർ തങ്ങളിൽ ഇളയത് അനിയനും ചേട്ടനുമാണ്. ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് അവര്. അതുകൊണ്ട് അതിൽ നിന്നൊരു മാറ്റം ജനങ്ങൾക്ക് വേണ്ടാവണം. രാജ്യം മാറി. ഇപ്പം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് തന്നെ വന്നു. 4-ൽ 3-ലല്ല 5-ൽ 1 പറയാം. അത്രയ്ക്ക് 200-ൽ പരം സീറ്റുകൾ പിടിച്ച് അവിടെ പ്രതിപക്ഷമില്ലാത്ത അവസ്ഥയിലേക്ക് പോയി. അതുകൊണ്ട് ഒരു മാറ്റം വേണം, വികസനം ഉണ്ടാവണം, നാട് വികസിക്കണം. ഇനിയും വരും തലമുറ അയൽ രാജ്യങ്ങളിൽ പോയി തൊഴിൽ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവരുത്. നമ്മുടെ നാട്ടിൽ തൊഴിലുണ്ടാവണം, വ്യവസായങ്ങളുണ്ടാവണം, നല്ല ഹോസ്പിറ്റലിൽ വേണം. എയിംസ്, ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സഹിതം ഇവിടെ കൊണ്ടുവരാൻ സമ്മതിച്ചിട്ടില്ല. ഇവിടെ ഗവൺമെന്റ്, ഇവിടെ എയർപോർട്ടുണ്ട്, നമ്മൾ അടുത്തൊരു എയർപോർട്ടുണ്ട്, അതിന് സഹിതം സ്ഥലമെടുത്ത് കൊടുക്കാനുള്ള സംവിധാനം ഇതുവരെയ്ക്കും ചെയ്തിട്ടില്ല. ഇവിടെ ഗവൺമെന്റാണ് റവന്യൂ കൈകാര്യം ചെയ്യുന്നത്. കൊടുത്താൽ കേന്ദ്രം പണം ചെലവാക്കും, മോഡി അദാനി പണം ചെലവാക്കാന്ന് പറഞ്ഞിട്ട് പോലും അതിന്റെ ഡെവലപ്പിംഗ് പോലും നടക്കുന്നില്ല. പാർവതിപുത്രന്റെ ശോചനീയ 6000 കോടിയാണ് അനുവദിച്ചിരുന്നത് കിബിയിൽ നിന്ന്. അതിനിപ്പോഴും ഒരു പരിഹാരവും കണ്ടിട്ടില്ല. ആ പണം അത്രയും ഗവൺമെന്റ് പറഞ്ഞത് ഇവർ കൊണ്ടുപോവുകയാണ്. അങ്ങനെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ് ഇവരിവിടെ. അതിനൊരു പരിഹാരം കാണാൻ ബിജെപിക്ക് വോട്ട് ചെയ്യണം. വോട്ട് ചെയ്താൽ രാജ്യത്ത് അഴിമതിയില്ല. അതുപോലത്തെ ഒരു ഭരണം കേരളത്തിലും തിരുവനന്തപുരത്തും ഉണ്ടാവും എന്നോടോ. ഇപ്പോൾ ചാക്കയിലാണെന്നുണ്ടെങ്കിൽ ശക്തനായ ഒരു ഇടത് സ്ഥാനാർത്ഥിയാണുള്ളത്. അപ്പോൾ ഇവിടെ ചാക്കയിലെ ഒരു മത്സരം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശക്തനാണെങ്കിലും വലിയ ശക്തനൊന്നുമല്ല. ഞങ്ങളിവിടെ ജനിച്ചു വളർന്ന കുടുംബ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും എല്ലാം ഉള്ള ആള് തന്നെയാണ് ഞാനും. ഞാൻ 40 വർഷം കൊണ്ട് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ആളാണ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ആളായതുകൊണ്ട് അവർക്ക് വോട്ട് കിട്ടാൻ പാടാണ്. അതുകൊണ്ട് അതൊന്നും ഈ ജനങ്ങളുടെ ഇടയിൽ വില പോകില്ല. അതൊക്കെ പഴയ പ്രതാപമൊക്കെ പോയി CPM-ന്റെ. അതുകൊണ്ട് അതിനൊന്നും പേടിക്കേണ്ട കാര്യമാണ്. ഓക്കെ.